ഒറ്റ രാത്രിയിൽ സർവ്വവും മണ്ണെടുത്ത മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം കഴിഞ്ഞ് ഒരാഴ്ച പിന്നിടുകയാണ്. ഒരു സമാനതയുമില്ലാത്ത ദുരന്തത്തിൽ ഇതുവരെ ജീവൻ പൊലിഞ്ഞത് 396 പേർക്കാണ്. ഇന്ന് 8ാം നാളാണ് തെരച്ചിൽ. മണ്ണാഴങ്ങളിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണ്. അതിജീവിച്ചവരെ ജീവിതത്തിലേക്ക് മടക്കിയെത്തിക്കാൻ നമുക്കും കൈകോർക്കാം. നമുക്ക് ചേർത്ത് പിടിക്കാം വയനാടിനെ. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായ ആളുകൾക്കായുള്ള തിരച്ചിൽ 8ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം, സൂചിപ്പാറ സൺറൈസ് വാലിയിൽ ഇന്ന് പ്രത്യേക തെരച്ചിലുണ്ടാകും. സൂചിപ്പാറയ്ക്കും പോത്തുകല്ലിനും ഇടയിലാണ് ഇന്ന് തെരച്ചിൽ നടത്തുക. സൈന്യത്തിൻ്റെയും വനംവകുപ്പിൻ്റെയും 12 അംഗ സ്ഥലത്തെ വ്യോമസേന ഹെലികോപ്റ്ററിൽ സ്ഥലത്ത് എത്തിക്കും. മൃതദേഹം കണ്ടെത്തിയാൽ അത് എയർലിഫ്റ്റ് ചെയ്യും. ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും വിവിധ പ്രദേശങ്ങളിലും ഇന്ന് പരിശോധനയുണ്ടാകും. ഉരുൾപൊട്ടലിൽ മരണം 396ആയി. 30 മൃതദേഹം കൂടി ഇന്നലെ പുത്തുമലയിൽ കൂട്ടമായി സംസ്കരിച്ചു. ചൂരൽമലയിൽ നമുക്കൊപ്പം KR ഗോപികൃഷ്ണൻ, ഹാഷ്മി താജ് ഇബ്രാഹിം, ദീപക് തർമടം, സുർജിത്ത് അയ്യപ്പത്ത്, നിലമ്പൂർ ചാലിയാറിൽ നിന്ന് സമീർ ബിൻ കരീം എന്നിവർ ചേരുകയാണ് രാവിലെ തന്നെ. ആദ്യം നമ്മൾ ഹാഷ്മി താജ് ഇബ്രാഹിമിലേക്ക് പോകുന്നു. ഹാഷ്മി, തെരച്ചിൽ 8ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും ഈ പ്രഭാതത്തിൽ നടക്കാൻ പോകുന്നത്? പറയൂ. ഇന്നിപ്പോൾ ഇന്നലെയൊക്കെ നമ്മൾ കണ്ടത് അത്യാവശ്യം വെയിലും കാലാവസ്ഥ രക്ഷാദൗത്യത്തിന് അനുകൂലമായ കാലാവസ്ഥയാണെങ്കിൽ ഇതിപ്പോൾ രാവിലെ മഴയാണ്. അപ്പോൾ ഈ പോകുന്ന വഴികളിലൊക്കെ വീണ്ടും വലിയ ചെളിയാണ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ മുണ്ടക്കൈ ആ മേഖലയിലൊക്കെ, പുഞ്ചിരിമട്ട മേഖലയിലൊക്കെ വലിയ ചെളിയാണ് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ വെയിൽ വരുന്നുള്ള ഗുണങ്ങൾ ചെളി അങ്ങനെ നിൽക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഗുണമാണെന്ന് പറഞ്ഞാൽ അത് റിക്കവറി നടത്താൻ കുറച്ച് എളുപ്പമാകും. ചെളി ഉറച്ചു കഴിഞ്ഞാൽ റിക്കവറി പാടാണ്. പക്ഷേ അങ്ങോട്ടേക്ക് കയറാനും രക്ഷാപ്രവർത്തകർക്ക് നിൽക്കാനും ഒക്കെ എളുപ്പമാണ്. പക്ഷേ അപ്പോൾ ഈ റിക്കവറി ദുഷ്കരമാകും. അതാണ് അതിൻ്റെ പ്രശ്നങ്ങൾ. എന്തായാലും ഈ മഴ 8ാം നാൾ നടക്കുന്ന തെരച്ചിലിനെ ഏത് രീതിയിൽ ബാധിക്കും എന്ന കാര്യം പറഞ്ഞാൽ നമ്മൾ ഈ വഴിയിൽ ഇന്നിപ്പോൾ വലിയ നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തുന്നു. കൂടുതൽ വണ്ടികളൊന്നും അകത്തേക്ക് അവിടെ കയറ്റിവിടാതെ നിൽക്കുന്നത്. അത് ഒരുപാട് മഴയും വലിയ ട്രാഫിക് ബ്ലോക്കും ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ടാണ് അങ്ങനെ ഏർപ്പെടുന്നത്. ഇന്നിപ്പോൾ 8ാം നാളാണ് തെരച്ചിൽ. ഇന്നും ഈ ചൂരൽമല കേന്ദ്രീകരിച്ച് തന്നെയാണ് കൂടുതൽ തെരച്ചിലെന്ന് അറിയാൻ കഴിയും. നേരത്തെ ഈ മുണ്ടക്കൈ പുഞ്ചിരിമട്ട മേഖലകളിൽ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നില്ല എന്നൊരു നിഗമനം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ ആകുമ്പോഴേക്കും ഇന്നലെ ഈ മേഖലകളിൽ നിന്നൊക്കെ മൃതദേഹങ്ങൾ പിന്നെയും കിട്ടുകയാണ്. അതുകൊണ്ട് ഈ മേഖലകളിലൊക്കെ പിന്നെയും മൃതദേഹങ്ങളുണ്ട്, അല്ലെങ്കിൽ അവിടെ റിക്കവറിക്ക് ഇനിയും സാധ്യതയുണ്ട് എന്ന നിഗമനത്തിലേക്ക് ദൗത്യസംഘം എത്തുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ കർശനമായ പരിശോധന ഈ മേഖലകൾ വേണം എന്ന നിഗമനത്തിലേക്ക് ഇന്നലെയും ഇന്നുമൊക്കെയായി എത്തുന്നുണ്ട് അന്വേഷണ സംഘം. അതോടൊപ്പമാണ് നേരത്തെ പറഞ്ഞ സൂചിപ്പാറ മുതൽ പോത്തുകല്ല് വരെയുള്ള സ്ഥലം, അങ്ങോട്ടേക്ക് അധികം പേർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. അത് മാത്രമല്ല അങ്ങോട്ടേക്ക് എത്തിച്ചേർന്ന ആളുകൾ അവിടെ കുടുങ്ങിപ്പോകുന്ന പശ്ചാത്തലം നമ്മൾ കണ്ടു. 2 തവണ കണ്ടു. 2 തവണ അവർ രക്ഷപ്പെടുത്തിയെങ്കിൽ കൂടിയും അത് എപ്പോഴും സേഫ് അല്ല. അവിടെ ആളുകൾ അത്തരത്തിൽ കയറി പോകുന്നത് എപ്പോഴും സേഫ് അല്ല. അതുകൊണ്ട് അവിടെ ആൾക്കാരെ എയർ ഡ്രോപ്പ് ചെയ്ത് 12 അംഗ സംഘത്തെ എയർ ഡ്രോപ്പ് ചെയ്ത് ആ മേഖലയിൽ വളരെ വിശദമായൊരു പരിശോധന നടത്തണമെന്നാണ് അവർ കരുതുന്നതിന് കാരണം. അവിടെ ആദ്യം പോയ സംഘം, അവിടെ ആ പാറക്കെട്ടിൽ കുടുങ്ങിപ്പോയ സംഘം ഒരു മൃതദേഹം അവിടെ കണ്ടിരുന്നു. അവർക്ക് പക്ഷേ ആ മൃതദേഹം എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം പോയ സംഘം അവിടെ കുടുങ്ങിപ്പോയൊരു സംഘം ഉണ്ടായിരുന്നു. ആ സംഘവും അവിടെ ഒരു മൃതദേഹം കണ്ടു, അതിനെ എയർലിഫ്റ്റ് ചെയ്തു. ആദ്യം പോയ സംഘം കണ്ട മൃതദേഹം പാറയിടുക്കിലായിരുന്നു. അപ്പോൾ അത് അവർക്ക് എടുക്കാൻ കഴിയാത്ത വണ്ണം വല്ലാത്ത അവസ്ഥയിലായിരുന്നു. അപ്പം ഈ മേഖലകളിൽ സൂചിപ്പാറ മുതൽ ആ പോത്തുകല്ല് വരെയുള്ള മേഖലകളിൽ ഉണ്ട്, ഇനിയും മൃതദേഹങ്ങളുണ്ട് എന്നുള്ളതാണ് കരുതുന്നത്. എങ്ങോട്ടാ? വീട് നഷ്ടപ്പെട്ടിട്ട് ഞാൻ വീട് സാധനം എടുക്കാൻ വേണ്ടി പോകും. അപ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല സാർ. എവിടെയാ? ചൂരൽമല വില്ലേജ് റോഡ്. വീടും പോയി. വീട് ഏകദേശം പൂർണ്ണമായിട്ട് പോകാനായി. ഫൗണ്ടേഷൻ ഇരുന്ന് പോയി. എങ്ങനെയും സാധനം കിട്ടുമോ നോക്കാൻ വേണ്ടി പോവാണ്. വീട്ടിലും ഉണ്ടായിരുന്നു? വീട്ടിലുണ്ട്, ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടതാണ്. അല്ല, വീട് കംപ്ലീറ്റ് പോയി. വീട് ഏകദേശം പോയ രൂപമാണ് സാറേ. ഓടി കഴിച്ചതായതുകൊണ്ട് ലേശം ടോപ്പിലാണ്, ഇതേമാതിരിക്കുള്ള ടോപ്പിലാണ്. അവർക്ക് ഒന്നായിട്ട് വെള്ളം കയറിയിട്ട് വീട്ടിനുള്ളിലൊക്കെ വെള്ളമായിരുന്നു. സാധനങ്ങളുണ്ടോ നോക്കാൻ പോവാണ്. അപ്പോൾ അത് ഞങ്ങോട്ട് പോയായിരുന്നോ? പോയിരുന്നു. അപ്പോൾ സാധനങ്ങളൊക്കെ സേഫ്റ്റിയാണ്. ഏത് ക്യാമ്പിലാണോ? ക്യാമ്പിൽ മോളെ വീട്ടിലാണ് ഇപ്പോൾ ഞാനുള്ളത്. മോന് ക്യാമ്പിലാണ്, മോനും മക്കളും ക്യാമ്പിലാണ്. മോളുണ്ട് ഇവിടെ ഇവിടെ. അപ്പോൾ അങ്ങോട്ട് പോവുക. അവിടെയാണ് ഞാൻ. ശരി. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇവർ ഈ ക്യാമ്പിലുള്ളവരൊക്കെ അവർക്ക് അങ്ങോട്ടേക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ അവരങ്ങോട്ടൊക്കെ പോയി തുടങ്ങുകയാണ്. നമ്മൾ നൗഫൽ എന്നൊരാളെ ഇന്നലെ കണ്ടിരുന്നു. പ്രവാസിയാണ്. 3 മാസത്തിന് മുമ്പ്
ഒമാനിലേക്ക് പോയതേ ഉള്ളൂ. നാട്ടിലേക്ക് തിരികെ വരുമ്പോൾ SK നൗഫലിൻ്റെ അച്ഛനും അമ്മയും പോയി, നൗഫലിൻ്റെ ഭാര്യയും 3 മക്കളും പോയി, നൗഫലിൻ്റെ സഹോദരങ്ങൾ പോയി, സഹോദരങ്ങളുടെ ഭാര്യമാരും സഹോദരൻ്റെ 3 മക്കളും പോയി. അങ്ങനെ ഒരു കുടുംബത്തിലെ 12ഓളം പേർ പോയി. എല്ലാവരും പോയി. SK ഇന്നലെ ഈ ഷാജി ചേർത്തല ഒരു യൂട്യൂബ് സന്ദേശം അയച്ചിരിക്കുന്നു. 6000 അന്യസംസ്ഥാന തൊഴിലാളികൾ അവിടെ ഉണ്ടായിരുന്നു, അവരുടെ കണക്കുകൾ എവിടെ? അങ്ങനെയൊന്നൊരു കണക്ക് നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. നമ്മളെ ഊതി വീർപ്പിച്ച കണക്കുകൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. 6000 അന്യസംസ്ഥാനത്ത് നിന്ന തൊഴിലാളികൾ വയനാട്ടിൽ ജോലി ചെയ്തതായി ആരെങ്കിലും പറയുന്നുണ്ടോ? SK ഇവിടെ ഒരുപാട് കുറേ അധികം ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉണ്ട് എന്ന് തന്നെ പറയപ്പെടുന്നുണ്ട്. പക്ഷേ അതിന് കൃത്യമായ കണക്ക് ആരുടെ പക്കലും ഇല്ല എന്നുള്ളതാണ് വസ്തുത. 6000 ഒന്നും എന്തായാലും അത്രയും വലിയ കണക്കൊന്നും SK എന്തായാലും ഉണ്ടാവില്ല. പക്ഷെ കുറേ അധികം പേരുണ്ട് SK ലയത്തിൻ്റെ ഭാഗത്തൊക്കെയായി രേഖകളിൽ ഇല്ലാത്ത, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ വില്ലേജ് രേഖകളിലൊക്കെ ഉണ്ട്. അത് ഇവിടെ അങ്ങനെ രേഖകളൊന്നും ഇല്ലാത്ത കുറേ അധികം ആൾക്കാരുണ്ട്. ഇപ്പം ഇന്നലെ നമ്മൾ ഒരു കോൺട്രാക്ടറെ കണ്ടിരുന്നു SK. അപ്പോൾ കോൺട്രാക്ടർ പറയുന്നത് ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഒരു 100 കെട്ടിട നിർമ്മാണ തൊഴിലാളികളെങ്കിലും അവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ഇവിടെ ട്രീവാലി എസ്റ്റേറ്റ്, ആൾക്കാർക്ക് അഭയകേന്ദ്രമായിരുന്ന ട്രീവാലി എസ്റ്റേറ്റിന് ഇപ്പുറത്തൊക്കെ ലയമേഖലയാണ്. അവിടെയൊക്കെ കുറേ അധികം ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉണ്ട് എന്ന കാര്യമല്ലാതെ എത്രയാണ് കൃത്യം കണക്ക് എന്നുള്ളത് നമുക്കിപ്പോഴും അറിയില്ല. എന്തായാലും 6000 എന്ന അക്കത്തിലേക്കൊന്നും എത്തില്ല. എന്തായാലും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ അവരുടെ കൂടി കണക്കെടുക്കാനുള്ള ഊർജ്ജിത ശ്രമങ്ങൾ നടക്കുന്നു. കാര്യം എങ്കിൽ മാത്രമേ തെരച്ചിലൊക്കെ കുറച്ചുകൂടി ഊർജിതമാവുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടിയും ഇപ്പോൾ ഹിന്ദിയിലൊക്കെ അവരുടെ നാടുകളിൽ സർക്കുലേറ്റ് ചെയ്യാനുള്ള കാർഡുകൾ ആ ഹിന്ദി ഭാഷകളിലൊക്കെ ഇറക്കുന്നുണ്ട്. അതിൽ ചില പ്രതികരണങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോകുമ്പോൾ ചില ആളുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ SK ഇപ്പോൾ കിട്ടുന്ന മൃതദേഹങ്ങളൊക്കെ, ആ മേഖലയിൽ നിന്ന് കിട്ടുന്ന മൃതദേഹങ്ങളൊക്കെ വലിയ തോതിൽ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ അവസ്ഥയിലൊക്കെയാണ്. അപ്പോൾ ആരുടേതാണ് ഏതാണ് എന്നൊന്നും തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ അവിടെയുണ്ട്. നമ്മൾ ഇന്നലെ കണ്ടതാണ് SK പുത്തുമലയിൽ കൂട്ടസംസ്കാരം നമ്മൾ കണ്ടു. 200 കുഴിമാടങ്ങൾ തിരിച്ചറിയാത്ത മനുഷ്യർക്കായി അവൾ ഒരുക്കുകയാണ് SK. അത് കേരളം ഇതുവരെ കാണാത്ത കാഴ്ചയാണ്. അത്രത്തോളം വലിയ സങ്കട കാഴ്ചയാണ്. ആരാണ് ഏതാണ് എന്നറിയാതെ ഉറ്റവരാണോ, അല്ലെങ്കിൽ മണ്ണിൽ കിടക്കുന്നവർക്ക് വേണ്ടി കരയാൻ ആരെങ്കിലും ബാക്കിയുണ്ടോ എന്നുപോലും അറിയാതെ അങ്ങനെ 200 കുഴിമാടങ്ങൾ നമ്മൾ കണ്ടു. ഇന്നും അതിൻ്റെ തുടർച്ചയിൽ അതിൻ്റെ ബാക്കിയിൽ 27ഓളം തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ, 154ഓളം ശരീരഭാഗങ്ങളൊക്കെ ഇന്നും സംസ്കരിക്കും എന്നറിയാൻ കഴിയുന്നുണ്ട്. പുത്തുമല അങ്ങനെ കേരളത്തിൻ്റെ സ്മാരകമാണ്. ഈ ദുരന്ത സ്മാരകത്തിൻ്റെ രാജ്യം തന്നെ കണ്ട ഏറ്റവും വലിയ ഒരു ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ, കേരളം ഓഫ് കോഴ്സ് ഏറ്റവും വലിയ ഒരു ദുരന്തത്തിൻ്റെ, ഇപ്പോൾ തന്നെ 400ലേക്ക് മരണസംഖ്യ എത്തുന്നു എന്ന് പറയുന്ന ആ ദുരന്തത്തിൻ്റെ ഒരു ദുരന്ത സ്മാരകമാവുകയാണ് SK. കുറേയധികം സ്മാരകശിലകളുമായി നിൽക്കുന്ന ആ പുത്തുമല എന്ന വേദന മുഴുവൻ വേദനയാണ് SK. നമ്മൾ ക്യാമ്പുകളിലൊക്കെ പോകുമ്പോൾ ഇത്തരത്തിൽ എല്ലാവരെയും നഷ്ടപ്പെട്ട, ഇന്നലെയൊക്കെ നമ്മൾ വൈകിട്ട് 7 മണി മുതൽ നമ്മൾ 9 മണി ഷോയിൽ കുറേയധികം പേർ വന്നു SK. കുറേയധികം പേർ അവരുടെ അനുഭവങ്ങൾ സംസാരിച്ചു. വേദനയാണ്, സങ്കടമാണ് SK. ഓക്കെ, ആഷ്മി താജ് ഇബ്രാഹിമാണ് നമുക്കൊപ്പം ചേർന്ന്. നമ്മുടെ വാർത്താ സംഘം വിവിധ പ്രദേശങ്ങളിൽ തുടരുകയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ തെരച്ചിൽ 8ാം ദിവസത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ മനുഷ്യരാണ് ഈ പറയുന്ന ദുരന്ത മേഖലകളിലൊക്കെ അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ മനസാക്ഷി മരവിച്ച് ഒരു വല്ലാത്ത ഒരു നിരാശയിൽ തന്നെ മാത്രമേ നമുക്ക് അവിടുന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയൂ.